ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ ഈ സാധനത്തിന് ഇരുമ്പ് പുളി എന്നാ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും വീട്ടിൽ നിന്ന് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് മടി പിടിച്ചു ഗൈസ്. എൻ്റെ സ്ഥിരമായിട്ടുള്ള അസുഖം മടി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെച്ച് ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് അങ്ങ് ഉപ്പിലിട്ട് വെക്കാമെന്ന്. ഇത് മുറിക്കേണ്ട കാര്യമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ മുറിക്കുന്നൊന്നുമില്ല. കാരണം ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും. നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇത് 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഇത് അലിഞ്ഞു പോകും. ഞാൻ വീട്ടിൽ നിന്ന് പറിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇതൊരു നല്ല പച്ച കളറായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരു മഞ്ഞ കളറായി. എന്നിട്ടിപ്പോൾ മഞ്ഞ കളറുള്ളതൊന്നും എനിക്ക് കളയാൻ തോന്നില്ല. കുറച്ചിങ്ങനെ ചീഞ്ഞ പോലെ ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കളയാൻ തോന്നില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് എനിക്ക് കളയാൻ തോന്നില്ല. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്, കുറേയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അവസാനത്തിനൊക്കെ മടിയായി വൃത്തിയാക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ എൻ്റെ കഞ്ഞിയൊക്കെ റെഡി ആകുന്നുണ്ട്. അങ്ങനെ ഞാനൊരു പാത്രം കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കഴുകിയെടുത്ത് വന്നപ്പോഴത്തേന് അതിൽ പകുതിയുള്ളത്ര പോലും ഉണ്ടായില്ല കേട്ടോ, കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ലോണം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് നല്ല പുളിയുള്ളതുകൊണ്ട് ഇതിന് എത്ര ഉപ്പിട്ട് കഴിഞ്ഞാലും സത്യത്തിൽ ഇതിന് ഉപ്പ് പിടിക്കൂല. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് നല്ലോണം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചപ്പളി പുളി കഴിച്ചാകുമ്പോൾ തിന്നാനാണ് ടേസ്റ്റ്. അതൊരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. പിന്നെ അത് ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഞെരിച്ച് അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഞെരിച്ച് കഴിക്കാനുള്ള അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും കഞ്ഞിയുടെ വെള്ളമെല്ലാം വറ്റിപ്പോയി. ഞാൻ പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ ഏകദേശം എല്ലാവരും കഞ്ഞി കുടിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കാരണം കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ അതിങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു സുഖമല്ലേ, അതൊരു പ്രത്യേകതര സുഖമാണ്. അപ്പം പച്ചമുളകൊക്കെ കഴുകിയിട്ട് പച്ചമുളകൊക്കെ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് കുലുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമേ പച്ചവെള്ളമല്ല, ചൂടുവെള്ളം, ഒരു ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂട് ഒഴിക്കാനും പാടില്ല, ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ കഴിഞ്ഞ് പോകുന്നു വെച്ചിട്ട് അച്ഛൻ വേറെ തന്നെ ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതാണ് കാട്ടുമുന്തിരി അച്ചാർ. ഇതിനെ വേറെ എന്തോ പേര് പറയും അച്ഛനെന്ന് പറഞ്ഞിരുന്നു, എനിക്കത് ഓർമ്മയില്ല. അപ്പം ഇതാണ് കാട്ടുമുന്തിരി അച്ചാർ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത്, പിന്നെ നിങ്ങളെ മുമ്പിൽ കുറച്ച് എക്സ്പ്രഷൻ ഇട്ട വാരി ബെതറുകയാണ് ഞാൻ. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്രേവി എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. ആ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്തിനാണ് ഈ വായിലിട്ട സ്പൂണെല്ലാം എടുത്തിട്ട് അതിൽ കുത്തുന്നേന്ന്. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ വേറൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് റൂബിക്ക. ഇതിനെന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുക എന്നുള്ളത് പറയണേ. ഇതാണ് റൂബിക്ക. അതിൻ്റെ വെള്ളം അടിപൊളി ടേസ്റ്റാണ്. കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോഴത്തേനും കുറച്ച് മറന്നു പോയി. അപ്പോൾ 3 ബൈ ബൈ, ലവ് യു മാ, ബൈ ബൈ.